അങ്ങനെ സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം കടുപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് ഒരാഴ്ച മുൻപ് നിയന്ത്രണം തുടങ്ങിയെങ്കിൽ സെക്രട്ടേറിയറ്റിലെ മറ്റു ഓഫീസുകളിലും നിയന്ത്രണം വ്യാപകമാക്കി. പോകേണ്ട വകുപ്പിൽ നിന്നുള്ള ശുപാർശയില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരെ അടക്കം കയറ്റിവിടേണ്ടെന്ന നിർദ്ദേശമുണ്ടെന്ന് കണ്ടോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ജീവനക്കാർ പറയുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ അന്നത്തെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. മാധ്യമങ്ങളോട് പലതവണയായി കടക്ക് പുറത്തു പറഞ്ഞ പിണറായി വിജയന്റേത് ധാർഷ്ട്യമാണെന്ന് പറഞ്ഞ അതേ വി.ഡി. സതീശൻ സർക്കാരാണ് പിണറായി വിജയന്റെ പാത ഇപ്പോൾ പിന്തുടരുന്നതും. പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ തിരക്കായിരുന്നു. ഇതേ തുടർന്ന് സന്ദർശക സമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേതുപോലെ വൈകിട്ട് 3 മുതൽ 5 വരെയാക്കിയിരുന്നു. പാസ് എടുത്തോ അകത്തുനിന്ന് സെക്യൂരിറ്റി ഗേറ്റിലേക്കുള്ള ഫോൺ വിളി വഴിയോ വേണം ഈ സമയത്തും അകത്ത് കടക്കേണ്ടത്. പൊതുസന്ദർശകർക്കുള്ള ഈ നിയന്ത്രണം മറയാക്കിയാണ് മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ തടയുന്നത്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കർശന പരിശോധനകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ചിരിക്കുന്ന അക്രഡിറ്റേഷൻ കാർഡ് സെക്രട്ടേറിയറ്റ് അടക്കം നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലെ പ്രവേശനത്തിന് കൂടിയുള്ളതാണ്. എന്നാൽ അക്രഡിറ്റേഷൻ കാർഡുമായി എത്തുന്ന മാധ്യമപ്രവർത്തകരെ പോലും ഇപ്പോൾ തടയുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. മുഖ്യമന്ത്രി ബജറ്റിന്റെ തിരക്കിലായതിനാൽ സെക്രട്ടേറിയറ്റിലെ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയം ലഭിച്ചില്ലെന്നും ഈ മാസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം.